ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് വ്ളോഗ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വലിയ പ്രത്യേകതയൊന്നുമില്ല, പക്ഷേ നമ്മൾ സ്റ്റാർട്ട് ചെയ്താലല്ലേ സ്റ്റാർട്ടാവുള്ളൂ. അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു. എഴുന്നേറ്റിട്ട് ഇനി ജിമ്മ് പോലെ ഞാൻ റെയിൻകോട്ടൊക്കെ ഇട്ട് പോകണം. അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചു. നേരെ എന്താ ചെയ്യാന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രിക്ക് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും എൻ്റെ ലഞ്ചിനുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്ത് ദറ്റ് ഈസ് മൈ യൂഷ്വൽ ഡെയിലി ഡ്യൂട്ടി. ന്യൂസ് ജിമ്മ പോയാലില്ലെങ്കിൽ അതന്നെ ചെയ്യാറ്. പക്ഷേ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം വിചാരിച്ച് ഒന്ന് വ്ളോഗ് ചെയ്ത് തുടങ്ങിക്കളയാം. കുറേ കാലം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. നോക്കാം എന്തൊക്കെയാണ് നടക്കുന്നു. ഇപ്പോൾ കാണാം. ഇന്ന് ഓരോന്നായിട്ട് ഞാൻ ഇന്നത്തെ ഡേയിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഞാൻ ഇവിടെ കിടക്കാൻ എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഓഫീസിൽ പോകാനുള്ള ദിവസമാണ്. ഇന്ന് പോയിട്ട് ഞാൻ എൻ്റെ ഇൻലോസിൻ്റെ വീട്ടിൽ പോകും. അപ്പോൾ ആ യാത്രയൊക്കെയാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അപ്പോൾ എൻ്റെ ടോട്ടൽ ഔട്ട്ഫിറ്റ് ഇങ്ങനെയാണ്. Something like this. അപ്പോൾ വൈകിട്ട് കാണാം. ഓക്കെ, ബൈ. അപ്പോൾ ഞാൻ എൻ്റെ ഇൻലോസിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. രാവിലെ പറഞ്ഞ പോലെ ഈവനിങ് ആയി, 8 മണിയാവുന്നു. പെട്ടിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇറങ്ങിയാൽ മതി. ഇനി നാളെ രാത്രി ഞാനിപ്പോൾ ട്രിവാൻഡ്രത്തിനാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഹരിപ്പാട് വരെ പോണത്. അപ്പോൾ അത് രാത്രി ഇപ്പോൾ 8 മണി, ഇപ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ എത്തിയായിരിക്കും. അപ്പോൾ ബാക്കി ഇനി നാളെ കാണാം. അപ്പോൾ ഞങ്ങളിന്ന് മോളെ വിളിക്കാൻ വേണ്ടി ഇവിടെ പോവാണ്. കോട്ടയത്ത് RITയിലേക്ക് പോവാണ്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അവളുടെ ഫൈനൽ ഇയർ കഴിഞ്ഞു. അപ്പോൾ അവൾ ഇന്ന് ഹോസ്റ്റലൊക്കെ വെക്കേറ്റ് ചെയ്യണം. ബാഗേജൊക്കെ ആയിട്ട് ഇനി തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ രാവിലെ ഹരിപ്പാട് എന്ന എൻ്റെ ഇൻലോസിൻ്റെ വീട്ടിൽ നിന്നാണ് ഇറങ്ങിയത്. അപ്പോൾ ഇന്നലെ അവിടെ ഞാൻ രാത്രി എത്തിയായിരുന്നു. ഇന്നലെ അവിടെ തന്നെ റെസ്റ്റൊക്കെ എടുത്തു. അവിടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ആൾക്കാരെയൊക്കെ കണ്ട് പിന്നെ രാവിലെ ഞങ്ങൾ ഏർലി മോർണിംഗ് 6:30, 6:40 ആയപ്പോൾ നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര മഴയാണ്. അപ്പോൾ സ്ലോ ആയിട്ട് പോകാൻ പറ്റുള്ളൂ. പെട്ടെന്ന് എത്തുമെന്ന് വിചാരിച്ചു. പക്ഷെ അതുകൊണ്ട് എന്തായാലും ഒരു 1.5 മണിക്കൂർ പിടിക്കും അവിടെ എത്താൻ. അപ്പോൾ ഏതാണ്ട് 9 മണി അല്ല 8 മണിയൊക്കെ നമ്മൾക്ക് ഇവിടെ എത്തുമായിരിക്കും. 8-8:15 ആകുമ്പോൾ എന്തായാലും എത്തുമായിരിക്കും. മഴ കാരണമുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നെ പോട്ടെ. അപ്പോൾ ഇനി എന്തെങ്കിലും വഴിയിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഉണ്ടെങ്കിൽ അപ്പോൾ എടുക്കാം. ഓക്കെ, കംപ്ലീറ്റ് വയലെല്ലാം വെള്ളമായി ഇരിക്കുകയാണ്. നല്ല രസമുണ്ട് കാണാൻ. ബ്യൂട്ടിഫുൾ, നല്ല രസമുള്ള ബ്യൂട്ടിഫുൾ സീനറി. മഴ ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല രസമുണ്ട്. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ ഈ കുട്ടനാട് ഭാഗങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ ഇടിഞ്ഞില്ലം ബ്രിഡ്ജ് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇനി നമ്മൾ ഈ റോഡ് തീരുമ്പോൾ MC റോഡ് എത്തും. MC റോഡ് തിരുവല്ല സൈഡിലേക്ക് എത്തും. അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി നേരെ പോയി കഴിഞ്ഞാൽ പിന്നെ റൈറ്റ് എടുക്കുമ്പോഴാണ് ചങ്ങനാശ്ശേരി റൂട്ടിലേക്ക് കയറും. MC റോഡിലേക്ക് എത്താൻ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം MC റോഡിലേക്ക് ഫൈനലി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചങ്ങനാശ്ശേരി കയറുമ്പോൾ നമുക്ക് കാണാം. ശരി. ഈ ജംഗ്ഷന് നേരെ തിരിഞ്ഞ് ചങ്ങനാശ്ശേരി
റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തോട്ടേക്ക് തിരികെയാണ്. ഈ റൂട്ടാണ് നമ്മൾ പിടിച്ചിട്ടാണ് RITയിലേക്ക് പോകുന്നത്. ഫ്രീ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തിരിക്കാൻ കരകച്ചാൽ എത്തിയിട്ടുണ്ട്. ടൗൺ ഏരിയയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കരകച്ചാൽ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് നമ്മൾ പിന്നെ തിരിയണം. എന്നാലേ നമുക്ക് ആ നെടുങ്കണ്ടത്തേക്ക് പാമ്പാടി സൈഡിലോട്ടേക്ക് പോകാം. പള്ളി വലിയൊരു പള്ളിയൊക്കെ ഉണ്ട്. എല്ലാം സൺഡേ ആയതുകൊണ്ട് എല്ലാവരും പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോവാണ്. മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഏരിയയിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. കയറിവെച്ചാൽ തിരിഞ്ഞ് കോട്ടയം റൂട്ടിലോട്ടേക്ക് കയറാൻ പോകും. വെച്ചാൽ കോട്ടയം റൂട്ട് മെയിൻ റൂട്ടിലാണ്. ആ വഴിയിലാണ് കോളേജൊക്കെ ഇരിക്കുന്നത്. ഒരു കുരിശുപള്ളിയൊക്കെ ഉണ്ട്. കുരിശുപള്ളി അല്ലല്ലോ, അത് SNDP മന്ദിരം. നമ്മളടുത്ത് തന്നെ ഇവിടുന്ന് തിരിയും. ഈ റോഡിൽ നിന്ന് നമ്മൾ തിരിഞ്ഞ് നേരെ പാമ്പാടി റോഡിലേക്ക് കോട്ടയം റൂട്ടിലേക്ക് കയറാൻ പോവാണ്. വെരി ക്ലോസ് നോ. 14 മിനിറ്റ് എടുക്കുള്ളൂ മറ്റേ RIT. ഈ കുരിശുപള്ളിയുടെ അവിടെ നിന്നാണ് നമ്മൾ തിരിയേണ്ടത്. ഈ റൂട്ട് കയറി കഴിഞ്ഞാൽ നേരെ ഫസ്റ്റ് പാമ്പാടി എത്തും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടി നേരെ കോട്ടയം സൈഡിലേക്ക് പോകുമ്പോഴാണ് നെടുങ്കുഴിക്ക് എത്തുന്നത്. അവിടുന്ന് ഒരു ജംഗ്ഷന് റൈറ്റ് തിരിയുമ്പോഴാണ് കോളേജ് ഇരിക്കുന്നത്. നല്ല സീനിക് ഏരിയ ആണ്. ലൊക്കേഷൻ നല്ല ഗ്രീനറി ഫുൾ കേരള ഇറ്റ് ഈസ് ബെസ്റ്റ്. ഇന്നിപ്പോൾ ഇനി പാമ്പാടി ഓൾമോസ്റ്റ് എത്താറായി. തിരിഞ്ഞ് 1.5 കിലോമീറ്റർ കൂടെ ഉള്ളൂ പാമ്പാടി. 4 ഇയേഴ്സിൽ ആകെ നല്ല ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ മോളെ കൊണ്ടാക്കാൻ വന്ന സമയം മുതൽക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടുണ്ട്. കുറേ പുതിയ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഒക്കെ വന്നു. ഈ ഏരിയ എല്ലാം കൂടുതൽ ഡെവലപ്പായിട്ടുണ്ട്. നമുക്ക് കൂടുതൽ ഫെസിലിറ്റീസ് എല്ലാം. അപ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് കോളേജ് പോകുന്നതിന് മുമ്പ് എവിടെയും നിർത്തി ഫുഡ് കഴിച്ചിട്ട് പോകണമെന്നുണ്ട്. നല്ല റെസ്റ്റോറൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിർത്താമെന്നാണ് വിചാരിക്കുന്നത്. ഹോട്ടൽ സൺഗാത്തിൽ വന്ന് പാമ്പാടിയിൽ പാലപ്പം, മുട്ടക്കറി, ഒരു വെജിറ്റബിൾ കറി എൻ്റെ വൈഫ് എടുക്കുന്നു. കഴിച്ചിട്ട് ബാക്കി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് 2 കിലോമീറ്റർ കൂടി ഉണ്ട് ഇവിടെ എത്താൻ, കോളേജിലേക്ക് എത്താനായിട്ട്. മോളോടെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്, റെഡിയായി ഇരുന്നോളം പറഞ്ഞിട്ടുണ്ട്. എന്താ റെഡിയായിന്ന് അവിടെ പോയാലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോളേജിലോട്ടേക്ക് തിരിയും. അപ്പോൾ തിരിഞ്ഞോടത്ത് വെച്ച് കാണിക്കാം. തിരിയണ സ്ഥലത്തിൻ്റെ ഗേറ്റ് കോളേജിലോട്ടേക്കുള്ള. കോളേജ് ഇനി അകത്താണ്, 1.5 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ മെയിൻ റോഡിന് തിരിയണോടത്ത് ഒരു ഗേറ്റ് പോലെ അവർ വെച്ചിരുന്നേ ഉള്ളൂ. ഒരു ഹാഫ് കിലോമീറ്റർ കഴിയുമ്പോഴാണ് മെയിൻ എൻട്രൻസ് കോളേജിൻ്റെ വരാൻ പോകുന്നത്. ഈ റോഡൊക്കെ നേരത്തെ അത്ര നമ്മൾ ഗേറ്റ് എത്തിക്കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഓരോ പീരീഡ് ഓഫ് 4 ഇയേഴ്സ് എല്ലാം നല്ല ഡെവലപ്പ് ആയിട്ടുണ്ട്. റോഡ്സ് എല്ലാം ബെറ്റർ ആക്കിയിട്ടുണ്ട്. നമുക്കത് കോളേജിലേക്ക് കയറാം. കോളേജ് സെക്യൂരിറ്റി വിളിച്ച് നിർത്തുമെന്ന് അറിയുന്നു. ഒന്നും പറഞ്ഞില്ല. എന്തായാലും
ഇപ്പോൾ ഉള്ള മോളുടെ ന്യൂ ലേഡീസ് ഹോസ്റ്റൽ അതിലോട്ടേക്കാണ് നമ്മൾ പോകാനുള്ളത്. കോളേജിൻ്റെ ബ്യൂട്ടിഫുൾ കാട് പോലെ ഫോറസ്റ്റിൽ ഇരിക്കുന്ന കോളേജ് പോലെയുള്ള ചെറിയൊരു ഹിൽ ടോപ്പിലാണ് കോളേജ് ഇരിക്കുന്നത്. ചെറുതായിട്ട് നമുക്ക് ഇറങ്ങിയൊക്കെ വേണം. ന്യൂ ലേഡീസ് ഹോസ്പിറ്റൽ അല്ല ഹോസ്പിറ്റലല്ല. എന്താ പറയാ, ഹോസ്റ്റലിന് ഗുഡ് ബൈ പറഞ്ഞിട്ട് ഇറങ്ങല്ലേ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നിന്റെ അഭിപ്രായം, നിന്റെ എന്താണ് ഫീലിങ്സ് ഒക്കെ നറേറ്റ് ചെയ്തോ. ലാസ്റ്റ് വർഷം കിട്ടിയത് കൊണ്ട് കുറച്ച് ഒരു എന്താ പറയാ ഡിഫറെന്റ് ഫീലിംഗ് ആണ്. പക്ഷെ എന്നാലും എന്താ എന്നറിയില്ല, എനിക്ക് യൂഷ്വലി ഉള്ള ഹോസ്റ്റൽസിനോട് തോന്നുന്ന ഒരു അറ്റാച്ച്മെന്റിനെക്കാട്ടിലും അറ്റാച്ച്മെന്റ് ഇതിനോട് തോന്നിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നല്ല പ്ലേസ് ആയതുകൊണ്ടായിരിക്കും ആ ഒരു ഫീലിംഗ്. എൻജോയ് ചെയ്തോ ഹോസ്റ്റൽ ലൈഫ്? എൻജോയ് ചെയ്തു. നല്ല ഹോസ്റ്റൽ ലൈഫ്. ലെഫ്റ്റ് ആണ് എടുക്കേണ്ട, റൈറ്റ് ഉണ്ട്. പിന്നെ നല്ല ആൾക്കാർ ഒക്കെ സ്ട്രേറ്റ് തന്നെ. കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റ് പോകണ്ടോ കാണാൻ ലാസ്റ്റ്? വേണേ പൊക്കോ, പക്ഷെ ഞാൻ ഫോട്ടോ ഒന്നും എടുത്തില്ല. ഞാൻ ഫോട്ടോ ഒക്കെ ഓൾറെഡി കുറെ എടുത്തു. അല്ല വീഡിയോ എടുക്കണമെങ്കിൽ വീഡിയോ എടുക്കാം. കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയിട്ട് നമുക്ക് വരാം. അപ്പൊ നല്ല സീനിക് കാർഡ് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ലെഫ്റ്റ് സൈഡിൽ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഗ്രൗണ്ട് ബെയിൽജ സ്റ്റേഡിയം ഗ്രൗണ്ട്. ഇങ്ങോട്ട് സ്റ്റേഡിയത്തിലോട്ടേക്ക് പോയി തെറ്റിപ്പോയി തിരിച്ചു പോയി. മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലോട്ടേക്ക് കയറി ആ വഴി ലെഫ്റ്റില് ക്യാൻറ്റീൻ. പിന്നെ നേരെ മുന്നില് ഓഡിറ്റോറിയം. ഓഡിറ്റോറിയം ആദ്യത്തെ നമ്മുടെ ഓറിയന്റേഷൻ ഇവിടെയാണ് നടന്നത്. ഗുഡ് ബൈ ടു ദാറ്റ് ഓൾസോ. അങ്ങനെ സ്റ്റീപ്പ് ക്ലൈംബ് കയറിക്കൊണ്ടിരിക്കുകയാണ്. കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞാൽ പീക്കിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതാണ് ഇതിനല്ലേ. സോ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിന് റൈറ്റിലോട്ടേക്ക് തിരിഞ്ഞു നേരെ മേളിലോട്ടേക്ക് കയറാൻ പോകാം. മെമ്മറീസ്, അനകട മെമ്മറീസ് ഉള്ള സ്ഥലം. ഇതാണ് ഔട്ട്പുട്ട് ഡിപ്പാർട്ട്മെന്റ്. ഗുഡ് ബൈ പറഞ്ഞ പോവാം. ബൈ ബൈ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമ്മൾ താഴെ തിരിച്ചു പോവാണ്. ആൻഡ് ഒരു സീനറി ഒന്ന് കാണിച്ചു തരാം. നല്ല ബ്യൂട്ടിഫുൾ സീനിക് ബ്യൂട്ടി. The top of the mountain. You see, wonderful. മലകൾ മലകൾ. ശരി, അപ്പൊ നമ്മൾ ഇനി ആദ്യം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മാറ്ററിന്റെ അടുത്ത് പോകണം. അല്ല, പാറ്റേൺ അല്ല, ഫസ്റ്റ് ഹോസ്റ്റലിൽ താമസിച്ച സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ അവിടെ എത്തിയിട്ട് ഇനി കാണാം. ഗേറ്റ് എക്സിറ്റ് ആവുകയാണ്. മോളെയും പിടിച്ച് തിരിച്ച് പോവുകയാണ്. പക്ഷെ പോകുന്നതിന് മുമ്പേ നമ്മൾ ഫസ്റ്റ് ഹോസ്റ്റലിലോട്ടേക്ക് പോവുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് PG ആയിട്ട് താമസിച്ചിരുന്നത്. ഗുഡ് ബൈ RIT. ബൈ കോളേജ്. ഇനി സർട്ടിഫിക്കറ്റ് മേടിക്കാനൊക്കെ മാത്രം തിരിച്ചു വരാം. ഓക്കെ,
ഫസ്റ്റ് ഹോസ്റ്റലിലെ ആളെ കാണാൻ പറ്റിയില്ല, അവർ പള്ളിയിൽ പോയിരിക്കുകയാണ്. പിന്നെ നെക്സ്റ്റ് ടൈം മറ്റേ ഡിഗ്രി ഒക്കെ മഴിക്കുമ്പോൾ ചിലപ്പോൾ അവരിനെ കാണാൻ പറ്റില്ല, നോക്കാം. ഇനി ലാസ്റ്റ് പേജിൽ പോകും. നമ്മള് ലാസ്റ്റ് പേജ് ഉണ്ടോ കുഞ്ഞു കുട്ടികളത് പിങ്ക് വീട് അപ്പൊ നമ്മൾ വിളിക്കുന്ന ഇനി അടുത്ത ഇതിന് ജസ്റ്റ് മുമ്പ് താമസിച്ചിരുന്ന പി ജിയിലും കൂടി കയറാൻ പോവാ. തേർഡ് ഇയറിൽ താമസിച്ചു. ആ വീട് ഏതാണ്? ഇതാണോ റൈറ്റ് സൈഡിലുള്ള വീട്? ഉം. ഓക്കെ, ഇവിടെ ഒന്ന് കയറിയിട്ട് പോവാം. പാമ്പാടിനെ ലാസ്റ്റ് കണ്ടോണ്ട് പോവാണ്. നമ്മൾ കഴിച്ച റെസ്റ്റോറൻറ്റ് നേരത്തെ എടുത്തത് ശരിയായി വന്നില്ല, അപ്പോൾ അതിനോട് കാണിക്കാം. ഇവിടെ എത്തി. ഇതാണ് റൈറ്റ് സൈഡിലുള്ള റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ സംഘം. ഇവിടെ നമ്മൾ കഴിച്ച് ഫുഡ് ഓക്കെയാണ്, നോട്ട് ദാറ്റ് ഗ്രേറ്റ്, കുഴപ്പമില്ല. അപ്പോൾ അവിടെ കഴിച്ചു. മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഇവിടെ തന്നെയാണ് ബസ് സ്റ്റാൻഡൊക്കെ ഉള്ളത്. സൈഡ് കുറച്ച് ടൗണിനകത്ത് ഉടനെ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞാ ഇല്ല, കഴിഞ്ഞിട്ടില്ല. മുമ്പ് പോയ ബസ് സ്റ്റാൻഡ് ഉണ്ട്, പോലീസ് സ്റ്റേഷൻ എല്ലാം ഈ ഏരിയയിലാണ്. ഇതാണോ? യെസ്, ഇതാണ് പാമ്പാടി ബസ് സ്റ്റാൻഡ്. പിന്നെ ഇവിടെ തന്നെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടോന്ന്. പോലീസ് സ്റ്റേഷൻ, ഒരു കുരിശുപള്ളിയും എല്ലാം ഉണ്ട്. ഔട്ട്സ്കേർട്സ് ഓഫ് പാമ്പാടി ടൗൺ. ഓക്കെ, ബാക്ക് ടു വിയാപുരം, then to അരിപ്പാട്. നമ്മുടെ റൂട്ട്. മഴയുണ്ട്, രാവിലെ മുതൽക്ക് നല്ല മഴ. ബ്യൂട്ടിഫുൾ ബാക്ക് വാട്ടേഴ്സ് എല്ലാം കണ്ട് തിരിച്ച്, ബാക്ക് വാട്ടർ എന്ന് പറയാൻ പറ്റില്ല, കൃഷിയുടെ ഒന്നുമല്ല, എല്ലായിടത്തും നെല്ല് കൃഷിയുള്ള സ്ഥലമാണ്. അപ്പോൾ മഴ കാരണം എല്ലാം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക. ഫേമസ് ഹരിപ്പാട് മുരുകന്റെ ടെമ്പിൾ. സൺഡേ ആയിട്ട് നല്ല തിരക്കാണ്. മഴയുണ്ട്, പക്ഷെ മഴയൊന്നും ആൾക്കാർക്ക് ഒരു പ്രശ്നമല്ല. ഹൈവേ പണി നടക്കുന്നതായിരുന്നു, ഫുൾ കൺഫ്യൂഷനാണ്. റോഡ് കംപ്ലീറ്റ് കാണുന്നു. റോഡ് പണി പകുതി പണി മുക്കാ പണിയായിട്ട് നിൽക്കുകയാണ്. ഹരിപ്പാട് ഡാണാപ്പടിയിലാണ് വീട്. അങ്ങോട്ടേക്ക് പോകും, ഇൻഡോസിന്റെ വീട്. വീട്ടിലേക്ക് ഇപ്പോൾ എത്തും. ഇതൊന്ന് തിരിഞ്ഞിട്ട് ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി, ലോസിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചു പോവാണ് ട്രിവാൻഡ്രത്തേക്ക്. അപ്പോൾ അതിൻ്റെ മുമ്പ് അപ്പോൾ ഹരിപ്പാട് തന്നെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു. മോളെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിലേക്ക് അവളുടെ ജോബിലേക്ക് ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പൊ അതിനു മുമ്പ് ഒന്ന് ദർശനമൊക്കെ നടത്തി പ്രാർത്ഥിച്ച് നമ്മൾ തിരുവനന്തപുരത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. കുമ്പളു നീ പറയണ്ട. ലാസ്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ അപ്പൂപ്പനെ അമ്മൂമ്മനെ കാണാൻ പറ്റി. പിന്നെ അമ്പലത്തില് സത്യത്തില് കുറെ കാലമായി പോയിട്ട്, അപ്പം ലാസ്റ്റ് പോകുന്നതിന് മുന്നേ എങ്കിലും പോകാൻ പറ്റിയത് നന്നായി.
പിന്നെ നാളെയാണ് ഞങ്ങളുടെ ഒരു ഇനിഷ്യൽ ഒരു മീറ്റിംഗ് ഉള്ളത്, എന്താണ് ചെയ്യേണ്ടത് അവിടെ ചെന്നിട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ പോകാൻ പറ്റിയത് ഒരു ഭാഗ്യം ആയിട്ട് തോന്നുന്നു. പിന്നെ എന്താ, അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പനെയൊക്കെ ലാസ്റ്റ് കണ്ട അനുഗ്രഹം മേടിക്കാൻ പറ്റിയത് എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. നമ്മള് ഇവിടെ ഒരു സ്റ്റോപ്പ് വെച്ച് വീട്ടിലേക്ക് പോകുന്നത് കൊണ്ട് എന്താ പറയാ, അതും നടന്നു. നമ്മുടെ ചില സ്ഥലത്തൊക്കെ സ്ലോ ട്രാഫിക് ആണ്. ഇവിടെ പണി ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ടില്ല. മേജർ പോർഷൻസ് ആർ യെറ്റ് ടു ബി കംപ്ലീറ്റഡ്. കുറെ പോർഷൻസ് ഒക്കെ നല്ലതായിട്ട് 1.5 kilometers. പിന്നെ ഇങ്ങനെ പോയപ്പോൾ ഇരുട്ടായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അധികം വിഷ്വൽസ് ഒന്നും കിട്ടുമെന്ന് അറിയില്ല. ഇനി നോക്കാം. ശരി, അപ്പോൾ നമ്മൾ ട്രിപ്പെല്ലാം കഴിഞ്ഞു. അവിടുന്ന് മോളെയും പിക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത ബ്ലോഗാണ് ഇന്ന് കംപ്ലീറ്റ് ആക്കിയത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇന്ന് കമ്പൈൽ ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. ഐ ഹോപ്പ് എവരി വൺ വിൽ ലൈക്ക് ദിസ് ആൻഡ് ഓൾസോ അപ്രിഷിയേറ്റ് മൈ ഫസ്റ്റ് അറ്റംപ്റ്റ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.